2000-ന്റെ ശേഷം ഇങ്ങോട്ട് ഏകദേശം 8500-ൽ ഏറെ ഭീകരവാദ അക്രമങ്ങൾ ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. ഇതിൽ 42% തീവ്രവാദ അക്രമങ്ങൾ നടത്തിയിട്ടുള്ളത് തീവ്ര ഇടതുപക്ഷത്തിൻ്റെ ആളുകളാണ്. എന്ന് പറഞ്ഞാൽ നക്സലൈറ്റുകളും മറ്റുമാണ് ഈ ഭീകരവാദം നടത്തിയിട്ടുള്ളത്. 35% ഭീകരവാദ അക്രമങ്ങൾ നടത്തിയിട്ടുള്ളത് ഇന്ത്യയിലെ അതിർത്തി സംസ്ഥാനങ്ങളിലുള്ള ബോഡോ കലാപകാരികളെ പോലെ, ആസാം സ്റ്റുഡൻസ് യൂണിയനെ പോലെയുള്ള അതിർത്തി സംസ്ഥാനങ്ങളിലെയാണ്. ബാക്കി 22% ഭീകരവാദ അക്രമങ്ങൾ നടത്തിയിട്ടുള്ള അൺനോൺ ആയിട്ടുള്ള, ഇസ്ലാമുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത, മുസ്ലിങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത പ്രാദേശികമായ തീവ്രവാദ ശക്തികളാണ്. നോക്കൂ നിങ്ങൾ, ഏകദേശം 98%. 2% ഭീകരവാദ അക്രമങ്ങളിലാണ് മുസ്ലിങ്ങൾ ആരോപണ വിധേയമെങ്കിലും ആകുന്നത്. അത് മലേഗാവ് സ്ഫോടനം അതിൽപ്പെട്ടതാണ്, അജ്മീർ സ്ഫോടനം അതിൽപ്പെട്ടതാണ്. ആരോപണ വിധേയമായത് പോലും 2% മുസ്ലിമീങ്ങൾക്ക് നേരെയുള്ളത്. പക്ഷെ എന്താ പ്രചരണം? ഭീകരവാദി ആരാ? തലപ്പാവ് ധരിച്ച, താടി വെച്ച, നിസ്കാരത്തായമ്പുള്ള ഒരു മനുഷ്യൻ, അവൻ ഭീകരവാദി. ബോഡോ കലാപകാരികൾ, അവർ ഭീകരവാദികളല്ല. ആസാം സ്റ്റുഡൻസ് യൂണിയൻ, അവർ ഭീകരവാദികളല്ല. ഇവിടെയുള്ള പ്രാദേശിക തീവ്രവാദികൾ, അവർ ഭീകരവാദികളല്ല. ഭീകരവാദി ആരാ? മുസ്ലിം. ഈ ഒരു നെറേറ്റീവ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നു. അതിൻ്റെ മറ്റൊരു പതിപ്പാണ് മദ്രസകളെ കുറിച്ച് പറയുന്നത്.